ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൺഡേയും മൺഡേ ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സൺഡേ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ശരവണയിലാണ് പോയത്. അപ്പോൾ ആമിക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ടേബിൾ എടുക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് പോയത്. കുറച്ചും കൂടി ഒന്ന് വലുതായതിന് ശേഷം എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഇത്രയും നാൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 2000 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് അവർ തന്നെ വന്നിട്ട് അത് ഫിറ്റ് ചെയ്ത് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലൊക്കെയാണ് പോയത്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ എനിക്കുള്ളതും ആമിക്കുള്ളതൊക്കെ ഓൾറെഡി എടുത്തായിരുന്നു. അതിനുശേഷം ഹസ്ബൻഡിന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ചെന്നൈയിലുള്ള ഒരു സ്പെൻസർ പ്ലാസ എന്ന് പറയുന്ന ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിമാർട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ പോയാൽ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും എടുക്കാത്തത്. നമ്മുടെ ബാഗൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചേക്കും. അതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും അതിനുള്ളിൽ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ മേടിച്ചെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്ത് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. മൺഡേ രാവിലെ ഞങ്ങൾ നടക്കാനായിട്ട് പോയി. നടന്നിട്ടൊക്കെ വന്നതിന് ശേഷം കുളിച്ചൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ തുണികളൊക്കെ ഒന്ന് വിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ തുണികൾ കഴുകാനുണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേ പുറത്ത് പോയതും അതുപോലെ കുറച്ച് അധികം ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ഞാനിങ്ങനെ മൺഡേ ആണ് സാറ്റർഡേ സൺഡേ ഉള്ള ഡ്രസ്സസൊക്കെ കഴുകുന്നത്. പിന്നെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ അച്ഛൻ കൊണ്ടുവന്നതാണ് പച്ചമാങ്ങ. അപ്പോൾ പച്ചമാങ്ങ അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് അച്ചാറിടുന്നത്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. പിന്നെ കുറച്ച് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ അതിനുശേഷം ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് എത്രത്തോളം മാങ്ങയുണ്ട് എന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ, നമ്മൾ തലേ ദിവസം തന്നെ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയും പച്ചമുളക് 2-3 പച്ചമുളകും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചേക്കും. അതിനുശേഷം നെക്സ്റ്റ് ഡേ അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരം, രാവിലെയാണ് ഉപ്പിലിടുന്നതെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ അച്ചാറിട്ടെടുക്കും. ഒരുപാട് നാളിങ്ങനെ വെച്ചേക്കത്തില്ല കേട്ടോ. പിന്നെ മാങ്ങയിൽ ഓൾറെഡി ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അരപ്പിനും കൂടി ചേരുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഇതിനിടയിൽ ആമി രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോയിട്ട് വരുന്ന വഴിക്ക് ഹസ്ബൻഡ് ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എന്തായാലും വെയിലാണല്ലോ, അപ്പോൾ വെയിലായതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. പിന്നെ ഇതിനിടയിൽ നമ്മുടെ മാങ്ങ അച്ചാർ ഞാൻ തണുക്കാനായിട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചില്ലുകുപ്പിയിലേക്ക് മാറ്റേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമാതിരി അവിഞ്ഞ് ഇരിക്കും. അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പോയി. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് മാറ്റാവൂ. അപ്പോൾ ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ അധികം ഹസ്ബൻഡും മോളും ഒന്നും അങ്ങനെ അധികം മാങ്ങ അച്ചാറൊന്നും അങ്ങനെ കഴിക്കത്തില്ല. ഞാനാണ് കൂടുതലും കഴിക്കാറുള്ളത്. ഉച്ചക്കലത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ തൈര് സാധാരണ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഞാനൊരു ദിവസം വീഡിയോ ഷെയർ ചെയ്തേക്കാം. പിന്നെ പൊട്ടറ്റോ ഫ്രൈയും മാങ്ങ അച്ചാറും ഒക്കെ കഴിച്ചു. ഈ തൈര് സാധനത്തിനോടൊപ്പം പൊട്ടറ്റോ ഫ്രൈയും മാങ്ങ അച്ചാറാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഹസ്ബൻഡ് രാവിലെ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും അതിലിങ്ങനെ മസ്ക് മെലോൺ ഉണ്ടായിരുന്നു. ഷമാം എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പറയുന്നത്. പക്ഷേ ഇവിടെ തമിഴിൽ ഇതിന് കിർണിപ്പഴം എന്നാണ് പറയുന്നത്. കിർണിപ്പഴം എന്ന് പറയും. അപ്പോൾ ഈ സംഭവം ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നന്നാറി സർബത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നന്നാരി സർബത്ത് മേടിച്ചു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളവും ഒഴിച്ച് ഈ ഒരു കിർണിപ്പഴവും കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്നാലും അതിൽ ചെറിയ പീസസ് ആയിട്ട് കിടക്കുവേ, അതൊന്നും പ്രശ്നമില്ല. പിന്നെ മാത്രമല്ല നല്ല ടേസ്റ്റാണ്. ഇതിൽ പ്രത്യേകിച്ച് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സർബത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 ഡ്രോപ്പ് ചേർത്താൽ മതി. നല്ല ടേസ്റ്റാണ്. എനിക്കിത് ഹസ്ബൻഡാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതുപോലെ ലാസ്റ്റ് ഇങ്ങനെ ലെമൺ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ജ്യൂസൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഡിമാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്ന് കാണിച്ചു തരാം. ഇതിനിടയിൽ നമ്മുടെ ശരവണ സ്റ്റോറിൽ പോയിട്ട് ഞങ്ങൾ ആമിക്ക് വേണ്ടിയിട്ടുള്ള
ആ ഒരു എന്താ സ്റ്റഡി ടേബിൾ ബുക്ക് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇങ്ങനെ പാഴ്സലായിട്ട് അവർ തന്നെ തന്നു. ഇതിനിപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് സർവീസ് ചെയ്യാനായിട്ട് ആൾ വരും. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓർമ്മിക്കാതെ തന്നെ അവിടെ ഷോപ്പിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആൾ വരുന്നതുകൊണ്ട് പിന്നെ എന്തായാലും അവർ തന്നെ ചെയ്യട്ടെ എന്ന് ഓർത്തു. പിന്നെ ഡിമാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊരു ഫ്ലോർ മാറ്റാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നല്ല റേറ്റ് കുറവായിട്ട് തോന്നി. 99 റുപ്പീസാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇത് ബാത്ത് ടവലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ അളവാണ്, മാത്രമല്ല നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല തിക്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 99 റുപ്പീസാണ്. 3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിമാർട്ടിലെ സാധനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും നല്ലോണം റേറ്റും കുറവായിരിക്കും, നല്ല ക്വാളിറ്റി സാധനങ്ങളും ആയിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ 6 മാസത്തിലൊരിക്കൽ ഇതുപോലെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പോയി മേടിക്കാറുണ്ട്. പിന്നെ ഇത് സിംഗിൾ ബെഡ്ഷീറ്റാണ്. 199 റുപ്പീസാണ്. കോട്ടനാണ്, പ്യുവർ കോട്ടനാണ്, നല്ല കട്ടിയുണ്ട്, മാത്രമല്ല നല്ല ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഡബിൾ ബെഡ്ഷീറ്റ് ഒരുപാടുണ്ട്, എൻ്റെ അടുത്ത് ഇപ്പോൾ സിംഗിൾ ബെഡ്ഷീറ്റ് കുറവാണ്. അതുമാത്രമല്ല നല്ല കോട്ടൻ്റെ ഈ ഒരു മെറ്റീരിയൽ ആകുമ്പോഴത്തേനും കുട്ടികൾക്കൊക്കെ ഈ ചൂട് സമയത്തൊക്കെ നല്ലതാണല്ലോ. ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 199 റുപ്പീസിന് നല്ല വർത്തായിട്ട് എനിക്ക് തോന്നി. ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും ബെഡ്ഷീറ്റും ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മെയിനായിട്ട് മേടിക്കാനായിട്ട് പോയൊരു സാധനം ഈ ഒരു ഹൂക്ക് ടൈപ്പിലുള്ള പ്ലാൻ പോട്ട്സ് ആണ്. ഇത് ഒരെണ്ണം 79 റുപ്പീസാണ്. നല്ല വർത്തായിട്ട് തോന്നി, കാരണം നമ്മൾ ഗാർഡനിലൊക്കെ പോയി മേടിക്കുമ്പോഴത്തേന് നന്നായിട്ട് റേറ്റ് കൂട്ടിയാണ് അവർ മേടിക്കുന്നത്. 150 റുപ്പീസിനൊക്കെയാണ് തരുന്നത്. അത്യാവശ്യം നല്ല വലിയ സൈസുമാണ്. അപ്പോൾ അതെടുത്തൊരു 4 പീസ് എടുത്തു. പിന്നെ ഇത് ചെറിയൊരു ബാത്ത് ടവലാണ്, നമ്മുടെ ഹാൻഡ് കർച്ചീഫ് പോലെയൊക്കെ കൊണ്ടുപോകാനായിട്ട്. ആമിയുടെ സ്കൂളിൽ ഇതുപോലെ ലഞ്ച് ബോക്സിൽ ഇതുപോലെ ടവൽ കൊടുത്തേക്കണം. അത് 39 റുപ്പീസായിരുന്നു. അത് ഒരെണ്ണം എടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. ഇത് 4 എണ്ണം വരുന്ന ഒരു റൗണ്ടഡ് ഷേപ്പിലുള്ള ഗ്ലാസ് ബോട്ടിൽസാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 4 എണ്ണം 99 റുപ്പീസാണ്. ശരിക്കും ഞാനിതൊരു 2-3 എണ്ണം എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. നമുക്കിതിനെ കൊണ്ടുവരാനുള്ള സൗകര്യം കുറവുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു സെറ്റ് എടുത്തത്. പിന്നെ 2 ടീ കപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 69 റുപ്പീസാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. 69 റുപ്പീസിന് വർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത്യാവശ്യം നല്ല അകലവും ഉണ്ട്, നല്ല ഹൈറ്റും ഒക്കെ ഉള്ള 2 ടീ കപ്സ് എടുത്തു. പിന്നെ എനിക്കൊരു വാട്ടർ ബോട്ടിലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു വീട്ടിൽ എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. 21 റുപ്പീസാണ്. നല്ല പ്ലാസ്റ്റിക്കൊന്നും അല്ല, അത്ര നല്ല ക്വാളിറ്റിയൊന്നും അല്ല, കട്ടി കുറവാണ്. എന്നാൽ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഡിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. പിന്നെ അടുത്തെന്ന് പറയുന്നത് സ്റ്റുഡിയോയിൽ പോയപ്പോഴത്തേനും ഡ്രസ്സ് എടുത്തു എന്ന് അറിഞ്ഞില്ല. 2 ടോപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കോട്ടണിലുള്ള ഈ ഒരു കോളർ ടൈപ്പ് കുർത്തീസാണ് എടുത്തത്. അപ്പോൾ എനിക്കില്ലാത്ത കളറാണ് ഈ ഒരു യെല്ലോ കളർ. അപ്പോൾ ഇതൊരെണ്ണം എടുത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 399 റുപ്പീസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നല്ല കട്ടിയുണ്ട്, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഒരു വൈറ്റ് കളർ കുർത്തിയും കൂടെ ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് വൈറ്റ് കളർ ഇല്ല. അപ്പോൾ എന്തായാലും ഒരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ 299 റുപ്പീസായിരുന്നു ഇതിൻ്റെ റേറ്റ്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്തൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ കിച്ചണിലെ പാത്രം കഴുകലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആമി വരുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഒരു സ്നാക്സ് അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ റാഗി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അറിയാമല്ലോ, എല്ലായിടത്തും ഭയങ്കര ചൂടാണ്, നാട്ടിലും എല്ലായിടത്തും ചൂടാണ്. അപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണിത്. നമ്മുടെ ചെന്നൈയിൽ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്, തമിഴ്നാട്ടിൽ പൊതുവേ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇതിൻ്റെ പേരാണ് റാഗി കൂഴെന്ന് പറയും. കൂഴെന്ന് പറയുമ്പോഴത്തേനും ഒരു കഞ്ഞി പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇങ്ങനത്തെ റാഗി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റാഗി മാവ് എടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് അരിച്ചൊഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ചേർത്തിട്ടാണ് അരിച്ചിങ്ങനെ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം റാഗിയാണ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് ഇതിൻ്റെ പാല് മാത്രമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. 2-3 തവണ നമ്മളിങ്ങനെ അരിച്ചെടുക്കണം. എന്നാലാണ് അതിൽ ആ ഒരു ചെറിയൊരു തകിട് പോലെ ഇങ്ങനെ, അതായത് റാഗിയുടെ ആ ഒരു റാഗിയുടെ ആ ഒരു പൊടി ഇതിൽ കിടക്കാനായിട്ട് പാടില്ല, വയറിളക്കം ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് 2-3 തവണ അരിച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലേക്ക് ഇത് വരും. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ റാഗി പൗഡറാണ് ഉണ്ട് എന്നുള്ളതെങ്കിൽ 1 കപ്പ് റാഗി പൗഡറിന് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ 1/2 കപ്പ് റാഗി അരച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു 5 ഗ്ലാസോളം വെള്ളം തന്നെയാണ് ഇതിലും ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുക. ഉപ്പിട്ടിട്ടാണ് കുറുക്കിയെടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാളയുടെ പകുതി പോർഷൻ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ ഒരു റാഗിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ
ഉള്ളി ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് തൈരാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി നന്നായിട്ട് കൂൾ ചെയ്യാനായിട്ട് സഹായിക്കും. കാരണം ഇപ്പോഴത്തെ ചൂടിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഇത്. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ട ഒരു സംഭവമാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് ഈവനിങ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോഴത്തേന് രാവിലെ കഴിക്കുന്നതിന് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് ഒഴിച്ച് ഇത് മാക്സിമം ലൂസാക്കി എടുക്കുക. എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് ലൂസാക്കി എടുക്കാനും പാടില്ല. ഒരു കഞ്ഞിയുടെയൊക്കെ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇത് സെർവ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ മെയിനായിട്ട് ഇതിൽ ചേർക്കുന്ന ഇതിൻ്റെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് മാങ്ങ അച്ചാർ, അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടത്, മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള മാങ്ങ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷന്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചമ്മന്തി ഐറ്റംസ് ഇതൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഈ ഒരു ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനമാണ്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തൈര് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ടാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ലൂസാക്കി എടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ടേബിളൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് ആൾ വന്നു, അതൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ അതിനുശേഷം നമ്മുടെ പ്ലാന്റ് പോട്ട്സ് ഞാൻ ഈ ഒരു ചെടി ഇതിലേക്ക് കുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാൽക്കണിയിലൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മെയിനായിട്ട് മേടിച്ചത്. നമ്മുടെ അടുത്ത് അന്ന് ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേന് അന്ന് അവിടെ 4 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഒരു 6 എണ്ണമെങ്കിലും എടുക്കണമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് മാക്സിമം അവിടെ ഉള്ളതെല്ലാം എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ 4 എണ്ണം കിട്ടി. അപ്പോൾ അത് ബാൽക്കണിയിലേക്ക് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.